ഹായ് മക്കളെ, SSLC റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ചിലർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവാം, ചിലർക്ക് മാർക്ക് കൂടിയിട്ടുണ്ടാവും. മാർക്ക് കൂടിയ ആളുകളൊക്കെ ഭയങ്കര ആദരിക്കൽ ചടങ്ങ്, പല സ്ഥലങ്ങളിൽ ആദരിക്കൽ ചടങ്ങുണ്ടായിരിക്കും. MLA വക, കളക്ടർ വക, അങ്ങനെ ഒരുപാട് ഉണ്ടായിരിക്കും. ഇനി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞങ്ങൾ വിചാരിച്ച സ്കൂളിൽ കിട്ടുമോ. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച അതേ സ്കൂളിൽ ചിലപ്പോൾ 200 കുട്ടികൾക്കൊക്കെ ഫുൾ A+ ഉണ്ടാവും. പക്ഷേ ആകെ ഉണ്ടായിരിക്കുന്ന മേ ബി സയൻസ് ആണ് നിങ്ങൾ എടുക്കാൻ വിചാരിച്ചെങ്കിൽ അവിടെ ഒരൊറ്റ ബാച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ 200 കുട്ടികൾ ഫുൾ A+ ആണ്, ഇവരെല്ലാവരും സയൻസ് ആണ് നോക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുക? പക്ഷെ നിങ്ങൾക്കും അവിടെ തന്നെ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ എല്ലാ വർഷത്തെ കുട്ടികളും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. ആ അബദ്ധം ഇനി നമ്മുടെ മക്കൾ ഇനി ഒരിക്കലും തെറ്റിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നമ്മുടെ SP_Sahad എന്നുള്ള ഒരു Instagram ID ഉണ്ട്, അതിലൂടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് സ്കൂളുകളിൽ കൊടുക്കാനുണ്ടാവും. അതായത് നിങ്ങൾ വിചാരിക്കും എനിക്ക് ഫുൾ A+ ഉണ്ടല്ലോ, അപ്പോൾ 2 സ്കൂൾ മാത്രം കൊടുത്തിടാം. അങ്ങനെ ഇരുന്നവരാണ്. കഴിഞ്ഞ ഒരു ന്യൂസിൽ ഞാൻ കേട്ട ഒരു സംഭവമുണ്ട്. 10 A+ കിട്ടി, എനിക്ക് വിചാരിച്ച സ്കൂളിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കരയുന്ന വീഡിയോ കണ്ട്. മക്കൾ, ആ കരയുന്ന വീഡിയോ ആ കുട്ടിൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ട് കരഞ്ഞതായിരിക്കും. പക്ഷെ ആ അബദ്ധം പറ്റരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സ്കൂളിൽ ഇഷ്ടമുള്ള സ്കൂളിൽ സീറ്റ് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, അതിലെത്ര ഓപ്ഷനാണോ കൊടുക്കാൻ പറ്റുക അത്രയും ഓപ്ഷൻ നിങ്ങൾ കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഈ സ്കൂളിലാണ് എനിക്ക് കിട്ടിയത്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു 80% നിങ്ങൾക്ക് ചിലപ്പോൾ ആ സ്കൂൾ തന്നെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ വരും, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എഡിറ്റ് ഓപ്ഷനും കൂടി വരും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു തിരിമറി ചെയ്യാം. എന്തായാലും നിങ്ങൾക്കൊരു സ്കൂളിൽ സീറ്റ് കിട്ടിയല്ലോ, സമാധാനത്തിൽ ആദ്യം ഇരിക്കുക. അല്ലാതെ സീറ്റ് കിട്ടാതാകുമ്പോൾ ആ മാനസികാവസ്ഥയിൽ നിങ്ങൾ കരയും, ന്യൂസുകാർ വരും, എന്തിനാണ് വെറുതെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് ഓപ്ഷൻസിൽ കൊടുത്തു വെക്കുക. എന്നിട്ട് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനിൽ വരുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂൾ ഏതാണോ, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണോ അതിന് മാറ്റി കൊടുക്കുക. ആദ്യം തന്നെ യൂണിഫോം ഒന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം ക്ലിയർ ആയിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്, അതായത് നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും വിചാരിക്കും കുറച്ച് ലോങ് പോയി പഠിക്കല്ലേ എന്ന്. മക്കൾ, അത് ഒരു അബദ്ധമാണ്. കാരണം 2 വർഷം നിങ്ങൾക്ക് ഡെയിലി പോകാമെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അടുത്തുള്ള സ്കൂൾ തന്നെ എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കുക, എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അപ്പോൾ മക്കളെ, മറക്കണ്ട, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസും നമ്മുടെ ചാനലെത്തും. ബൈ ബൈ.